വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമുക്ക് മീനെ വെച്ചിട്ടൊരു നല്ലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഫിഷ് റോസ്റ്റ്. ആഗോലി മീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വര ഇട്ട് കൊടുത്തിട്ടുള്ള മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. മീൻ നമ്മൾ അധികം ഡ്രൈ ആക്കാണ്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. കാരണം നമ്മളിതിനി മസാലയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മീനാണ്. അധികം വലുതല്ല, ചെറിയ സൈസിലുള്ള മീനാണ്. മീൻ കുറച്ച് ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഫ്രഷായ മീനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയ മീനായതുകൊണ്ട് പീസൊന്നും ആക്കിയിട്ടില്ല. അതിൻ്റെ തലയും വാലും മാത്രം കളഞ്ഞിട്ടെടുത്തതാണ്. അപ്പോൾ മസാല പെരക്കി വെച്ചിട്ടുള്ള മീൻ മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് കോട്ടിംഗ് എല്ലാം പോയതുകൊണ്ടാണ് അതിൽ ഒട്ടിപ്പിടിക്കുന്നത്. അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ ഗാർലിക് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയിലൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം അര കിലോൻ്റെ അടുത്ത ഉള്ളി ഉണ്ടാവും. അപ്പോൾ ഉള്ളി നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി കിട്ടണം, എന്നാലേ നമ്മുടെ ഫിഷ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഉള്ളി നന്നായി വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും അതുപോലെ 4 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തത്. ചെറുതായി കട്ട് ചെയ്ത തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി നന്നായിട്ട് വാടിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പാകത്തിൽ കിട്ടണം. അതിനുവേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ തക്കാളിയും വാടിക്കിട്ടും. അപ്പം തക്കാളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. മുളക് പൊടിൻ്റെയും മസാലപ്പൊടിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിൽ ഈ ഉള്ളിയിൽ തന്നെ കിടന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം.
അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോവും, കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട. പിന്നെ അത് നമ്മളിത് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്, റോസ്റ്റാക്കി എടുക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സമയത്ത് മീൻ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതിൻ്റെ മീനിൻ്റെ ജ്യൂസ് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ മീൻ ഇട്ട് കൊടുത്താൽ പിന്നെ കൂടുതൽ ഇളക്കി കളിക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ ആ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ മസാലയ്ക്ക് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും, മീനിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് മസാല അതിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ മീൻ ഇട്ടിട്ട് പിന്നെ കൂടുതൽ ഇളക്കി കളിക്കുമ്പോൾ മീൻ പിന്നെ പൊടിഞ്ഞു പോവും, അല്ലെങ്കിൽ തന്നെ ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനെല്ലാം നമ്മൾ ഒന്ന് നിരത്തി കൊടുക്കാം. മുഴുവൻ മീനും ഇതിൽ വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പം പാത്രത്തിൽ കൊള്ളുന്ന കണക്കായിട്ടുള്ള മീൻ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മേലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ദം ചെയ്യുന്ന പോലെ ഒരു പ്രോസസ്സിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി മേലയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. തീ ഒട്ടും കൂടി പോകരുത്. കാരണം ഇതിലിനി വെള്ളം വറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ മസാലയിൽ മീനൊന്ന് പിടിച്ച് ഇട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് റോസ്റ്റ്, ആഗോലി മീൻ വെച്ചിട്ട് ചെയ്ത ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മളിവിടെ ഗീ റൈസിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഗീ റൈസിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ദോശൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള മീൻ മസാലയാണ്, ഫിഷ് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മീൻ നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂട് നെയ്ച്ചോറും അതിൻ്റെ കൂടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് റോസ്റ്റും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചൂട് കുറച്ച് കൂടുതലായിട്ട് അമിനാക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.